നമ്മുടെ പ്രേമക്കുട്ടൻ അങ്ങനെ ആദ്യമായിട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴിയിൽ നിന്നു കേട്ടോ. ലോഡ് വണ്ടിയാണ്, ഹൈവേയുടെ സൈഡിലാണ് നിൽക്കണം. നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഇവിടെയാണ് നല്ല മഴയൊക്കെ പെയ്ത് ആകെ ചളികുളമായി കിടക്കുകയാണ്. ആളുടെ ബാക്കിലത്തെ എന്താ പറയുക, കുട്ടി ജോയിൻ്റ്, ഡബിൾ ഹൗസിങ്ങിൻ്റെ ബാക്കിൽ വരുന്ന കുട്ടി ജോയിൻ്റ് ഉണ്ട്, അത് കട്ടായി പോയി. അങ്ങനെ ഞങ്ങൾ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 6 മണി സമയത്ത് നമ്മുടെ വണ്ടി ഇവിടെ ഒന്ന് നിന്നാട്ടോ. ഇതാണ് അവസ്ഥ. ഇപ്പം നമ്മുടെ എന്താ പറയുക, നെട്ട് ബോൾട്ടിൽ ഓടുന്ന വണ്ടിയാണ്. ഇവൻ എപ്പം നിൽക്കുമെന്നോ എപ്പം ഓടുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഇങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളത് എന്താ പറയുക, ആ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചേ മതിയാവും. സർവീസ് സെൻറ്ററിലേക്ക് നമ്മൾ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അവരിപ്പോൾ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. പക്ഷേ അവരൊന്ന് വന്നു നോക്കുമ്പോഴത്തേന് ഇതിൻ്റെ പ്ലാഞ്ചിൻ്റെ ഒരു സൈഡ് കട്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ആ പ്ലാഞ്ച് എടുക്കാണ്ട വന്നത്. അപ്പോൾ വീണ്ടും അവർ തിരിച്ചു പോയിരിക്കുകയാണ്. പ്ലാഞ്ച് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. സമയം ഇപ്പം ഇതുണ്ടോ, 1 മണിയായി. കാരണം രാവിലെ 4 മണിക്ക് നമ്മൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്താട്ടോ, മണ്ണിൻ്റെ ഓട്ടം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അവസാനത്തെ ലോഡിലായിരുന്നു നമ്മുടെ വണ്ടി കംപ്ലൈൻ്റ് ആയത്. അത് ഏകദേശം വൈകുന്നേരം 6 മണിയായപ്പോൾ നമ്മുടെ പ്രേമക്കുട്ടൻ ചെറിയ കംപ്ലൈൻറ്റ് കാണിച്ചു. അതിൻ്റെ ബാക്ക് ജോയിൻറ്റ് ചെറിയ, അതായത് കുട്ടി ജോയിൻ്റ് ഉണ്ട്, ആ ജോയിൻറ്റിൻ്റെ പ്ലാഞ്ച് കട്ടായിട്ട് ജോയിൻറ്റ് കൊഴിഞ്ഞടി. അപ്പോൾ തന്നെ നമ്മൾ പാലക്കാടുള്ള പോപ്പുലർ സർവീസിലേക്കാണ് നമ്മൾ വിളിച്ചത്. ടാറ്റയുടെ സർവീസ് സെൻ്ററായ പോപ്പുലറിലേക്ക് വിളിച്ച് അവിടുന്ന് 2 പിള്ളേരെ വിട്ടു. ഏകദേശം ഒരു 12 മണിക്ക് മുമ്പായിട്ട് തന്നെ അവർ വർക്കെല്ലാം തീർത്തു കേട്ടോ. രാത്രി തന്നെ വർക്കുകളെല്ലാം തീർത്തു. അതന്നെ വലിയൊരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ റൂട്ടിൽ കിടക്കേണ്ട വന്നേനെ. പിന്നെ ഇത് ലോഡ് വണ്ടിയും കൂടെയാണ്. അപ്പോൾ നമുക്ക് റൂട്ടിലങ്ങനെ നിർത്തിയിരുന്ന അത്ര നല്ലതല്ല. അടുത്തു കൂടെയാണെങ്കിൽ വണ്ടികൾ ചീറിപ്പായാണ്. കാരണം റോഡൊക്കെ ഇപ്പോൾ നല്ല വീതി വിട്ട് നല്ല വൃത്തിയാക്കിയതുകൊണ്ട് വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോണേ. അപ്പോൾ എന്തായാലും ആ പണികളെല്ലാം തീർത്ത് ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ, 2-3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ലോഡ് അൺലോഡ് ചെയ്യേണ്ട സ്ഥലത്തെത്തി. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു അപാകത സംഭവിച്ചു. അപ്പോൾ അത് ഞാനിപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, അതിൻ്റെ പ്ലാഞ്ചിൻ്റെ നെറ്റ് ലൂസായിട്ട് വണ്ടി ഓടിയത് കാരണമാണ് അതങ്ങനെ കട്ടായിട്ടുണ്ട് എന്ന് പറയണേ. അപ്പം നമ്മളിപ്പോൾ വണ്ടി പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികൾ നമ്മൾ ഒരുപാട് SC ലോറിയുടെയും ഒക്കെ അടിയിൽ കയറി നമ്മൾ ഈ ജോയിൻറ്റ് ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു ആവശ്യം ഇല്ല. എങ്കിൽ പോലും നമ്മളങ്ങനെ നിസ്സാരമായിട്ട് തള്ളാനും പാടില്ല. കാരണം നമ്മൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് കയറി ജോയിൻറ്റ് ബോൾട്ടുകളും മറ്റുള്ള പർച്ച് ബോൾട്ടുകളും എഞ്ചിൻ്റെ ഫൗണ്ടേഷനും അങ്ങനെയുള്ള പഴയ നമ്മൾ എന്ത് ചെയ്തിരുന്നോ അതെല്ലാം ഇപ്പോഴും ചെയ്യണമെന്ന് ഞാൻ പറയണേ. കാരണം ഇതിപ്പോൾ ഒരു ചെറിയ ശ്രദ്ധക്കുറവ് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ തെറ്റ് സമ്മതിക്കണം. അല്ലാതെ നമ്മൾ ന്യായീകരിച്ചിട്ടോ ഞാൻ വലിയ ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. കാരണം അതുകൊണ്ട് ഇപ്പോൾ വലിയൊരു എമൗണ്ടാണ് നമുക്ക് നമ്മുടെ ഓണർക്ക് അതിൽ നിന്ന് നഷ്ടം വരാൻ പോണത്. അപ്പോൾ സാധാരണ നമ്മളിത് ചെന്ന് വാഷ് ചെയ്യാൻ നേരത്ത് ഞാനിതെല്ലാം കയറി മൊത്തം മാക്സിമം എല്ലാ ഭാഗത്തും നോക്കണതാണ്. എന്തോ ഇത് നമ്മുടെ കണ്ണിൽ പിടിച്ചില്ല, ഞാൻ കണ്ടില്ല. അപ്പോൾ അവർ പറയണു അത് ജോയിൻറ്റ് ലൂസായി, പ്ലാഞ്ചിനായിട്ട് ലൂസായി ഓടിയിട്ടാണെന്നാണ് പറയണത്. പ്ലാഞ്ചിനായിട്ടല്ല, ജോയിൻറ്റ് കണക്റ്റ് ആകുന്ന ബോൾട്ടുകൾ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും ഒരുപാട് സങ്കടമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും പണികളെല്ലാം തീർത്ത് നമ്മളിവിടെ എത്തി. അപ്പം എല്ലാവരും ഇങ്ങനെ പ്രൈമ ആയാലും ഏത് വണ്ടി ആയാലും അണ്ടർ പാർട്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് കയറി ചെക്ക് ചെയ്യണം, നന്നായിരിക്കും. കാരണം ചെറിയ എമൗണ്ടൊന്നും അല്ല, വലിയ എമൗണ്ടാണ്. അപ്പോൾ എമൗണ്ടൊന്നും പറയണില്ല, വലിയ എമൗണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക.